അങ്ങനെ ബീച്ചിലിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഷാർക്കിനെ പിടിക്കും, ഷിപ്പ് ഓടിക്കും എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ടാണ് ഈ വരുന്നത്. കടലിനടുത്തെത്തിയപ്പോഴോ അവരുടെ മൈൻഡ് മാറി. ഇതുവരെ ഇല്ലാത്തൊരു പേടി. കടലിനടുത്തേക്കേ പോകണ്ട, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. കരച്ചിലായി, ബഹളമായി, ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നായി. ഞങ്ങളിങ്ങനെ വണ്ടടിച്ച് നിൽക്കുമോ എന്ത് ചെയ്യണമെന്ന്. എന്നാൽ അടുത്ത് പോയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദൂരെ മാറിയിരുന്നു. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ പറഞ്ഞ്. പിള്ളേരല്ലേ, നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയുള്ള അവസരത്തിൽ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏക വഴി. മറ്റു പിള്ളേർ കടലിൽ ഇറങ്ങി കളിക്കുന്നത് കാണിക്കുന്നു, ഞാൻ കടലിൽ ഇറങ്ങി നിന്ന് കാണിക്കുന്നു, അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നു. അങ്ങനെ അവർ പതിയെ കംഫർട്ടബിൾ ആയി വന്നു. ഇടയ്ക്ക് ചെറിയ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കഴിക്കുന്നതിനിടയ്ക്ക് അവർ ഓരോന്നിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചു നേരം മണലിലൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കളിച്ചു. ഒരുവിധം ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ ഞങ്ങളിങ്ങനെ നൈസ്ലി ചോദിച്ചു, എന്നാൽ വീട്ടിൽ പോവാം അല്ലേ? ഉടനെ പോകണ്ടെന്ന് പറഞ്ഞു. അതൊരു ഗ്രീൻ സിഗ്നലായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയായി ഞാൻ പതിയെ കടലിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ 2 കൈ കൊണ്ട് മുറുക്കി പിടിച്ചോണേ എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അവർ ഭയങ്കര ചില്ലായിട്ട് കളിച്ചു കേട്ടോ. എനിക്ക് മിക്കവാറും കിട്ടുന്ന മെസ്സേജുകളിൽ ഒന്നാണ്, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങളുടെ പിള്ളേർ ഭയങ്കര കോപ്പറേറ്റീവാണ്, എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായതിനു ശേഷം വളരെ റെയറായിട്ട് മാത്രമേ ഇതുപോലെ ട്രിപ്പൊക്കെ പോകത്തുള്ളൂ, കുട്ടികളുമായി പോയാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഉണ്ടാക്കരുത്, ഒരു എക്സ്പെക്ടേഷനും പാടില്ല. കിഡ്സിന് പ്രയോറിറ്റി കൊടുക്കുക. ബാച്ചിലർ ആയിരുന്നപ്പോൾ 2-3 സ്ഥലം ഒരു ദിവസം വിസിറ്റ് ചെയ്ത പോലെ ഇനി നടക്കില്ല. സ്ലോ ട്രിപ്പായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുട്ടികൾ പോകേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എതിർക്കാൻ നിൽക്കരുത്, നിർബന്ധിക്കുകയും ചെയ്യരുത്. അത് അവർ കൂടുതൽ ടാൻഡ്രം കാണിക്കും. ടൈം കൊടുക്കുക. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്ന തോന്നലുണ്ടാക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചില സമയത്ത് അങ്ങോട്ട് തിളച്ചു വരുമെന്നല്ലേ. അതൊക്കെ നോർമലാണ്, നമ്മൾ മനുഷ്യരല്ലേ. കടിച്ചമർത്തുക, ഹാപ്പിയായി ഫേസ് വെക്കുക, നമ്മൾ അപ്രോച്ചബിൾ ആണെന്ന് അവർക്ക് തോന്നലുണ്ടാക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം ഒരു മൈൻഡ് സെറ്റാണ്. ആഗ്രഹം പോലെ, തോന്നുന്ന പോലെ പെരുമാറുന്നതും സ്വന്തമായി ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ബാച്ചിലർ ലൈഫ് കഴിഞ്ഞതോടെ തീർന്നു. ഇനി സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും നാളുകളാണ്. നമ്മുടെ 80% ലൈഫ് ഇനി ഫാമിലിക്ക് വേണ്ടിയാണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ എല്ലാം ശരിയായിക്കോളും.